ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് വൈക്കം ബീച്ചിൻ്റെ അടുത്തായിട്ടാട്ടോ. അവിടെ തന്നെ ബോട്ട് ജെട്ടി ഉണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോയതാണ് ഞാനും അമ്മയും അച്ഛനും എല്ലാവരും കൂടി. അമ്പലത്തിൽ പോയപ്പോഴേക്കും ഒന്ന് വൈക്കം ബീച്ചിലൊന്ന് കാണാമെന്ന് തോന്നി, കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെയും കൂടി അത് കാണിക്കണമെന്ന് എനിക്ക് തോന്നി, അങ്ങനെ എടുത്താട്ടോ വീഡിയോ. അപ്പോൾ വേറെ ഒന്നല്ല, അത്യാവശ്യം നമ്മുടെ മറൈൻ ഡ്രൈവ് ഒക്കെ പോലെ ഉള്ള സ്ഥലമാണ് കേട്ടോ. മറൈൻ ഡ്രൈവ് പോലെ ഭയങ്കര ഇതായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, അത്യാവശ്യം നല്ല രസമുണ്ട്. നമുക്കൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പോയിരിക്കാനും ചായയൊക്കെ കുടിച്ചിരിക്കാനും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസാണ് വൈക്കം ബീച്ച് എന്ന് പറയാം. കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ടായിരുന്നു. കുറേ ഫാമിലീസ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് വന്നിരിക്കാൻ നല്ലൊരു പ്ലേസാണ് അവിടെ. പിന്നെ കുറേ ആർട്ടിസ്റ്റുകൾ, ശില്പികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവിടേക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാനും നല്ലൊരു രസമായിരിക്കും. കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഇനി ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്, ഞാൻ ഓർത്തത് നമ്മുടെ ബോട്ട് ജെട്ടിയുടെ ഒരു സംഭവങ്ങളായിരിക്കും എന്ന് ഓർത്തു കേട്ടോ. പക്ഷേ ബോട്ട് ജെട്ടിയിലൊന്നും അല്ല, അത് റെസ്റ്റോറൻ്റാണ് കേട്ടോ. മനസ്സിലായില്ലേ? അവിടെ ഒരു വീട് പോലെ കണ്ടില്ലേ? ഞാൻ ഓർത്ത് ഈ ബോട്ട് ജെട്ടി ടിക്കറ്റൊക്കെ എടുക്കുന്ന സ്ഥലമാണെന്നാണ് കേട്ടോ ഓർത്തത്. അപ്പോൾ ബസ് നിൽക്കുന്നുണ്ട്, ബസ്. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇവിടെ നിന്ന് ബസ് ഉണ്ടോ? അല്ല, അത് റെസ്റ്റോറൻ്റാണെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അതും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് അവിടെ നിന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് വരാമെന്ന്. പക്ഷേ അന്ന് ക്ലോസ് ആയിരുന്നു. ഞങ്ങൾ ഞായറാഴ്ചയൊക്കെ കണ്ടാണ് പോയത്, അന്ന് ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡ് അടിക്കാൻ പറ്റിയില്ല. ഇനി നമ്മൾ വൈക്കം ബീച്ചിൽ വൈക്കം ബീച്ച് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു 10-15 മിനിറ്റ് മതി കേട്ടോ നമ്മുടെ ഈ ബീച്ചിലേക്ക് വരാനായിട്ട്. ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോകുന്നുള്ള ആൾക്കാർക്ക് അത്യാവശ്യം കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിക്കാനോ, അല്ലെങ്കിൽ ലവേഴ്സായിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിലും, ഫാമിലി ആയിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിലും, ഫ്രണ്ട്സായിട്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വന്നിരിക്കാൻ നല്ലൊരു പ്ലേസ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വൈക്കത്ത് ഈ ബീച്ച് നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ അത്ര വരില്ലെങ്കിലും അത്യാവശ്യം അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ വൈക്കത്തൊക്കെ പോകുമ്പോഴേ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോഴേക്കും ഈ ഒരു സ്പോട്ടിൽ പോകാൻ ശ്രമിക്കുക. പിന്നെ ഞങ്ങൾ പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്ത് ബോട്ട് ജെട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ആ ബോട്ട് ജെട്ടിയിലോട്ട് പോയി. അവിടെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. നമ്മൾ ആപ്പാടെ കണ്ടിരിക്കുന്ന എറണാകുളം ബോട്ട് ജെട്ടി അങ്ങനത്തെ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. നമ്മളങ്ങനെ അടുത്തോട്ട് ചെന്നില്ല, നമ്മൾ കുറച്ചങ്ങോട്ട് നടന്ന് അവിടുത്തെ ഏരിയകൾ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി ഒന്ന് പോയതാണ്. അവിടെ പോയി ടിക്കറ്റ് എടുക്കുന്നത് അപ്പുറത്തൊരു ഇതിലാണ്, ഞങ്ങൾ അങ്ങോട്ട് അങ്ങനെ പോയില്ല. അപ്പോൾ കുറേ പേര് ടിക്കറ്റ് എടുത്തിട്ട് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു വഞ്ചിയല്ല, ബോട്ടിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വേറൊരു ബോട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെ ആ ബോട്ടും തിരിച്ച് പോവുകയാണ്, ആൾക്കാരെയൊക്കെ കയറ്റിക്കൊണ്ട് പോവുകയാണ്. കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്, ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അത്യാവശ്യം നല്ല ഇതാട്ടോ, കുറച്ച് നേരമൊക്കെ ഇരുന്നൊക്കെ ഇരിക്കാനായിട്ട് നല്ല രസമുള്ളായിരുന്നു. ഞങ്ങൾ രാവിലെ പോയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കൂടുതലും നേരെ ഇരിക്കാൻ പറ്റിയില്ല, ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വൈകിട്ടൊക്കെ പോകാൻ നേരത്ത് അവിടെ ഇരിക്കാൻ ശ്രമിക്കുക, നല്ല രസമാണ് കേട്ടോ. കുറേ ഐസ്ക്രീം കടകളൊക്കെ ഉണ്ട് കേട്ടോ. കടകളല്ല, ഇങ്ങനെ വണ്ടിയിൽ ഓട്ടോയിലൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പോയി വരാം.